ആലപ്പുഴയിലെ 2 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പ്രതി തസ്ലീമ സുൽത്താനയുടെയും നടൻ ശ്രീനാഥ് ഭാസിയുടെയും ചാറ്റ് വിവരങ്ങൾ എക്സൈസിന്. ഇടപാടിനായി ശ്രീനാഥ് ഭാസി ഉപയോഗിച്ചത് പെൺ സുഹൃത്തിന്റെ സിം കാർഡാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പെൺ സുഹൃത്തിനെ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. മലയാള സിനിമയിൽ ശ്രീനാഥ് ഭാസി അടക്കം 3 നടന്മാരുമായി ലഹരി ഇടപാടുണ്ടെന്നാണ് പ്രതി തസ്ലീമ സുൽത്താനയുടെ മൊഴി. തസ്ലീമയും ശ്രീനാഥ് ഭാസിയും ലഹരിയുടെ ഇടപാടുമായി ബന്ധപ്പെട്ട ചാറ്റുകൾ എക്സൈസിന് ലഭിച്ചു. തിരുവനന്തപുരം സ്വദേശിനിയായ പെൺസുഹൃത്തിന്റെ സിം കാർഡ് ഉപയോഗിച്ചാണ് ശ്രീനാഥ് ഭാസി തസ്ലീമയെ ബന്ധപ്പെട്ടത്. നിലവിൽ ഈ പെൺസുഹൃത്തിനെ കൂടി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താനാണ് എക്സൈസിന്റെ തീരുമാനം. പെൺസുഹൃത്ത് മാസങ്ങൾക്ക് മുൻപ് വിദേശയാത്ര നടത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട്. ഹൈബ്രിഡ് കഞ്ചാവ് ഇന്ത്യയിൽ എത്തിയത് ഇവർ വഴിയാണോ എന്നാണ് സംശയം. ബാംഗ്ലൂരിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവുമായി എത്തിയ തസ്ലീമ എറണാകുളത്ത് തങ്ങിയത് 3 ദിവസമാണ്. ഈ 3 ദിവസവും ലഹരിയുടെ ഇടപാട് നടന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. എറണാകുളത്ത് വെച്ച് ആർക്കൊക്കെ കഞ്ചാവ് കൈമാറിയെന്നും അന്വേഷിച്ചു വരികയാണ്. തസ്ലീമയുടെ മൊബൈൽ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധന തുടരുകയാണ്. ഇവരുടെ ഫോണിലെ ചാറ്റ് ഹിസ്റ്ററി വീണ്ടെടുക്കുന്നതാണ് കേസിൽ നിർണായകം. ശേഷം ചോദ്യം ചെയ്യാനായി ശ്രീനാഥ് ഭാസിക്ക് നോട്ടീസ് അയക്കാനും പ്രതികൾക്കായി കസ്റ്റഡി അപേക്ഷ നൽകാനുമാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. 24 ആലപ്പുഴ.